ഇതാണ് ഇവിടുത്തെ ബാർ. പോണ്ടിച്ചേരിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു കാര്യമാണ് ലിക്കർ ഷോപ്പ്. പോണ്ടിച്ചേരി ആദ്യമായിട്ട് വന്നിട്ട് ബസ് ഇറങ്ങിയത് ഏകദേശം ഈ സ്ഥലത്താണ്. വഴിക്ക് ചെക്കിംഗ് ഉണ്ടായത്. എനിക്കിതുവരെ ചെക്കിംഗ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു. കുറേ നാളുകൾക്ക് ശേഷം വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഞാനിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് നേരെ പാലക്കാട് പോകുന്ന വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫേവറേറ്റായ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുന്ന ഒരു വ്ളോഗും കൂടെ ആവാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ നേരെ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ പോകാം. ഐ എം റൈറ്റ് നൗ ഇൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗേറ്റ് 1-ൽ നിന്ന് അല്ലെങ്കിൽ ഗേറ്റ് 2-ൽ നിന്ന്, എനിക്ക് ഏറ്റവും അടുത്ത് ഗേറ്റ് 1 ആണ്. സോ നേരെ ഗേറ്റ് 1-ൽ പോയതിന് ശേഷം അവിടെ നിന്ന് പോണ്ടിച്ചേരി ടൗണിലോട്ട് ബസ് കിട്ടും. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാപ്പേട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഏകദേശം. അപ്പോൾ കാലാപ്പേട്ട് നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് എൻ്റെ ബസ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഏകദേശം ഒരു 800 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്റ്റൽ എല്ലാം വന്നിട്ട് കുറച്ച് ദൂരെയാണ്, ഉള്ളിലാണ്. യൂണിവേഴ്സിറ്റി ഏറ്റവും അറ്റത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് ഈ കാണുന്ന ഹൈവേ പോലുള്ള, നാഷണൽ ഹൈവേ പോലുള്ള റൂട്ടിൽ കൂടെയൊക്കെ നടന്നിട്ട് വേണം ഗേറ്റ് 1 എത്താൻ. ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഗേറ്റ് 1-ലേക്ക്. ഗൈസ്, ആ ദൂരെ കാണുന്നതാണ് ഗേറ്റ് 1 എന്ന് പറയുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 3/4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ആ ഒരു ദൂരത്തേക്ക് 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. കണ്ടാൽ പറയില്ല, പക്ഷേ അതാണ് സത്യം. സോ ഫൈനലി ഗേറ്റ് 1 എത്തി. ഇനി ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ പോവാം. സോ ഗൈസ്, വി ആർ ഓൾമോസ്റ്റ് ഹിയർ. പോയി നോക്കാം അവിടെ എങ്ങനെയാണ് പരിപാടി എന്നുള്ളതൊക്കെ പോയി നോക്കാം. സോ അപ്പോൾ ഹോട്ടലിലെത്തി, ഇനി മെനു നോക്കാം. സോ ഇവിടെ ചിക്കൻ ബിരിയാണി ഇല്ല, മട്ടൻ ബിരിയാണി ആൻഡ് എഗ് ബിരിയാണി. മട്ടൻ ബിരിയാണി ട്രൈ பண்ணலாம். ആരുമില്ല, ഞാൻ മാത്രം. ചിക്കൻ ബിരിയാണി കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു, അതാണ്. സോ ഗൈസ്, ഫുഡ് വന്നു. മട്ടൺ ഞാൻ എടുത്തിട്ട് കാണിക്കാം. സോ ദിസ് ഇസ് ദ ക്വാണ്ടിറ്റി. 3 or 4 pieces of mutton, 1 egg, gravy and salad. ബിരിയാണി കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ, കഴിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞു. ബിരിയാണി പിന്നെ ആസ് യൂഷ്വൽ തലപ്പാക്കട്ടി സ്റ്റൈൽ തന്നെയാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഇത്. അത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം എനിക്ക് സമയമുണ്ട്, 6:30 ആയിട്ടുള്ളൂ. 9:15 എൻ്റെ ബസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് ടൗൺ ഒന്നും കൂടെ പോയിട്ട് അതും കൂടെ ഒന്ന് ചിത്രീകരിച്ചിട്ട് വരാമെന്ന്. ചിലപ്പോൾ ഇവിടെ നിന്ന് ഷെയർ ഓട്ടോ കിട്ടും, നോക്കട്ടെ. സോ എൻ്റെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് ടൗൺ പോകാൻ ഏകദേശം സമയമില്ല. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 7 മണി ആയിക്കഴിഞ്ഞു. ഇനി വൈറ്റ് ടൗൺ പോയി കഴിഞ്ഞ് ഞാൻ അവിടെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ ഈവനിങ് അല്ലേ, നല്ല തിരക്കുണ്ടാവും, റോഡ് ചിലപ്പോൾ ബ്ലോക്ക് ആവും. എൻ്റെ വണ്ടി 9:15. സോ ഒരു 8:45 എനിക്ക് സ്റ്റോപ്പിൽ അവിടെ എത്തണം. സോ അത് കാരണം വൈറ്റ് ടൗൺ എന്നുള്ള പ്ലാന്
വേറൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പോണ്ടിച്ചേരി ടൗണിൻ്റെ സ്ട്രീറ്റൊക്കെ കാണിച്ചു തരാം. ഇത് ഏകദേശം സെൻറ്റർ എന്നൊക്കെ പറയാം. പോണ്ടിച്ചേരി നിങ്ങളെല്ലാവരും പോണ്ടിച്ചേരി എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഫ്രഞ്ച് കോളനി അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ കളർ വൈറ്റ് കളർ അങ്ങനെ ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ടച്ചുള്ള ഒരു സ്ട്രീറ്റുകളും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ ഏകദേശം ഇതാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. ആ ഒരു വൈറ്റ് ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, വൈറ്റ് ടൗൺ, ഫ്രഞ്ച് കോളനി, അതെല്ലാം അവിടെയാണുള്ളത്. റോക്ക് ബീച്ച്, ആ ഒരു ഏരിയ മാത്രം ആണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോണ്ടിച്ചേരി കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. അല്ലാത്ത പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ ഇതാണ് നോർമൽ ടിപ്പിക്കൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ, കടകളും ഇതൊക്കെ നോർമൽ ടിപ്പിക്കൽ തമിഴ്നാട് തന്നെയാണ്. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ട് 1 മാസമായി പോണ്ടിച്ചേരിയിൽ. പക്ഷേ ഒരു 2 പ്രാവശ്യത്തോളം ഞാൻ വൈറ്റ് ടൗണിൽ പോയി. എൻ്റെ ക്ലാസ്സിൻ്റെ ആവശ്യം ബന്ധമായിട്ട് അവിടെ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ അങ്ങനെയൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ ഇവിടെ പോണ്ടിച്ചേരിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു കാര്യമാണ് ലിക്കർ ഷോപ്പ്. നമ്മൾ കോഴിക്കോട് മാഹിയിൽ പോകുന്ന പോലെയാണ്. അത്യാവശ്യം ഭയങ്കര ചീപ്പാണ്. വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ കിട്ടും. പിന്നെ പെട്രോളും അത്യാവശ്യം ചീപ്പാണ്. പിന്നെ ഈ പറയുന്ന പോലെ പോണ്ടിച്ചേരിയിൽ നിന്ന് പുറത്തു പോകുന്ന വണ്ടികൾ അത്യാവശ്യം എല്ലാ വണ്ടികളിലും ചെക്കിങ് ഉണ്ടാവാറുണ്ട്. ഈ ഗോവയിൽ നിന്ന് വരുന്ന വണ്ടികളിൽ ചെക്കിങ് ഉള്ള പോലെ ഈ ലിക്കർ കടത്തുന്ന ടീംസ് ഉണ്ടല്ലോ, അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി കുറേ പരിപാടികൾ ചെക്കിങ്ങും അങ്ങനെയെല്ലാം ഉണ്ടാവാറുണ്ട്. എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ ഒരിക്കൽ ചെക്കിങ് ഉണ്ടായിരുന്നു. എനിക്കിതുവരെ ചെക്കിങ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് പോയ സമയത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരി വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കറങ്ങണം, അല്ലെങ്കിൽ ഈ വൈറ്റ് ടൗണും ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഈ ബീച്ചും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ബാക്കി വരുന്നൊരു ഇതാണ് അറോവിൽ എന്ന് പറയുന്നത്. ഓറോവിൽ പ്രൊണൗൺസിയേഷൻ അറിയില്ല. ആ ഒരു സ്ഥലം മസ്റ്റ് ട്രൈ ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഫീൽഡ് ട്രിപ്പ് പോലെ ഉണ്ടായിരുന്നു ഓറോവിൽ. അപ്പോൾ അവിടെ പോകേണ്ടതായിട്ട് വന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും വേറെ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾക്കൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ ഒരു മ്യൂസിയത്തിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പക്ഷേ പോകുന്ന വഴിയിൽ ഓറോവിൽ നമുക്ക് കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. ഓറോവിൽ ബീച്ചുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമും അതെന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് എണീറ്റ് വരണം. ഒരു 5 മണി 6 മണി ടൈമിൽ നിങ്ങൾക്കൊരു ബൈക്കൊക്കെ എടുത്ത് കറങ്ങാം. ഒരു 9 മണി 10 മണിയൊന്നും പറ്റില്ല, 9 മണി വരെയൊക്കെ ഓക്കെയാണ്. ആഫ്റ്റർ ദാറ്റ് ഭയങ്കര ചൂടായിരിക്കും. പോണ്ടിച്ചേരി ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ഒരു ടൈം ഒഴിവാക്കിയതിന് ശേഷം, ഉച്ചയ്ക്കത്തെ ടൈമെല്ലാം ഒഴിവാക്കിയതിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള മ്യൂസിയം അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനുശേഷം വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം എഗെയിൻ വൈറ്റ് ടൗൺ എല്ലാം വന്നു കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം വൈറ്റ് ടൗൺ വരികയാണെങ്കിൽ കുറച്ച് ക്രൗഡഡ് ആയിരിക്കും. നിങ്ങൾ റീലൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും രാവിലെ തന്നെ പോകണം. രാവിലെ ഒരു 6 മണിക്കൊക്കെ പോയാൽ സൂപ്പറായിരിക്കും. ഇപ്പം നമ്മൾ ഏകദേശം പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയ ടൗണ്, ഐ മീൻ വലിയ റോഡ് കാര്യങ്ങൾ അങ്ങനെയെല്ലാമാണ്. ഇവിടെ വരുമ്പോൾ പിന്നെയും കുറച്ചെങ്കിലും ഒരു ടൗൺ ഫീൽ കിട്ടും. മറ്റവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഞാനിപ്പോൾ വന്ന വഴി കൂടെ ചെറിയതൊക്കെയാണ്. ഇവിടെ ഈ ബസ്സുകൾ കിടക്കുന്ന എല്ലാം ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകുന്നതാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലാം ഒരേ തന്നെയാണ്, ഒരേ കോംപ്ലക്സ് പോലെ. ന്യൂ ബസ് സ്റ്റാൻഡ് എന്നാണ് പറയാൻ തോന്നുന്നു. യെസ്, അങ്ങനെയാണ്. ഈ കാണുന്ന ഒരു വലിയ ബിൽഡിംഗ് ഇല്ല, ഇതാണ് ചെന്നൈ സിൽക്സ് എന്ന് തോന്നുന്നു. ഈ ചെന്നൈ സിൽക്സിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ ബസ് വരുന്ന സ്ഥലം. ഞാനത് നോക്കട്ടെ. ഈ മുന്നിൽ പോണവരൊക്കെ ഈ ബസ് കയറാൻ പോകുന്ന ടീമൊക്കെ തന്നെയാണ്. നോക്കട്ടെ, ഞാൻ തപ്പി നോക്കട്ടെ. സോ അപ്പോൾ ഞാൻ സ്മാർട്ട് ട്രാവൽസിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എനിക്കിനി നടക്കാനുള്ളൊരു ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഇരിക്കാം. ചിലപ്പോൾ ട്രാവൽസിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവും, നോക്കട്ടെ. അവിടെ പോയിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ബസ് വരുമ്പോൾ അതിൽ കയറി ഉറക്കം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്തായാലും സ്മാർട്ട് ട്രാവൽസ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു.
പ്ലാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 8:30 ഇങ്ങോട്ട് വരാം. ഇവിടെ എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഉള്ളതായിട്ട് ഉള്ളിൽ തോന്നിയില്ല. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ ആകുമ്പോൾ വാഷ്റൂം ഉണ്ട്. അപ്പോൾ പോയി ഒന്ന് ഫ്രഷായിട്ട് ഫ്രഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ ഒരു 8:30 ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ബസ് സ്റ്റാൻഡ് എന്തായാലും അടുത്താണ്. ഞാൻ കുറച്ച് ദൂരെയാണ് വിചാരിച്ചത്, അത്ര ദൂരമില്ല. ഈ കാണുന്ന ഫ്ലെക്സ് ഈ കാണുന്ന തന്നെയാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇങ്ങനെ പ്രൈവറ്റ് ബസ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഈ കോയമ്പത്തൂർ ഗാന്ധിപുരമൊക്കെ ഞാൻ ഗാന്ധിപുരം രാവിലെ എത്തും. അവിടെ നോക്കിയാലും കാണാം പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള ബസ്സുകളും. ഈ ബാംഗ്ലൂർ, ചെന്നൈ അവിടെ നമ്മളെന്നെല്ലാം വരുന്ന ബസ്സുകളെല്ലാം ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ ആയിട്ടാണ് നിർത്തുക. അപ്പോൾ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിലാണ് SCTC വണ്ടികൾ, നമ്മുടെ KSRTC വിടുന്നുണ്ട്. KSRTC കണ്ണൂർ ഡിപ്പോയുടെ ഒരു വണ്ടി എല്ലാ ദിവസവും ഇല്ലാതെ വന്നു, ബട്ട് ഉണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ഞാൻ പോണ്ടിച്ചേരി ആദ്യമായിട്ട് വന്നിട്ട് ബസ് ഇറങ്ങിയത്. ഏകദേശം ഈ സ്ഥലത്താണ്. ഒരു രാവിലെ ഒരു 5 മണി 5:30 ടൈമിൽ, നേരം പോലും വെളുത്തില്ല. ആ സമയത്തായിരുന്നു ഇവിടെ വന്ന് ആദ്യമായിട്ട് ബസ് ഇറങ്ങിയത്. സോ അപ്പോൾ ഞാൻ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഞാനൊരു ഏകദേശം 1.5 മണിക്കൂർ അവിടെ ഇരുന്നു. മൊബൈലൊക്കെ ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ നേരെ അങ്ങോട്ട് പോയി കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 8:40 8:45. അവിടെ പോയിട്ട് 10 മിനിറ്റ് നിൽക്കാം. 9 മണിക്ക് ബസ് വരുമെന്ന് വിചാരിക്കുന്നു. അത് കയറിപ്പോവാം. ഓക്കെ, ഞാൻ ബസ് വരുമ്പോൾ വീഡിയോ എടുക്കാം. ഇതാണ് ഇവിടുത്തെ ബാറല്ല, നമ്മളെ അങ്ങനെ കിട്ടുന്ന സ്ഥലം എന്ന് പറയില്ലേ, ഹോട്ടലിൽ കിട്ടുന്ന സ്ഥലം. ബസ്സിൽ കയറി ഉടനെ നല്ല ഉറക്കത്തിൽപ്പെട്ട് ഇപ്പോൾ സേലത്തിനടുത്ത് എത്തി. ഓരോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കോയമ്പത്തൂർ എത്തിയപ്പോഴൊക്കെ നല്ല ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കുഴൽമന്നം എത്തി. അവിടെ കന്നുകാലികളുടെ ചന്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കുറച്ച് നാൾ പുറത്തിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നമ്മുടെ നാട്ടിൻ്റെ മണ്ണിലെ മണവും അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെറിയൊരു മഴയൊക്കെ കിട്ടിയതുകൊണ്ട് അടിപൊളി. പിന്നെ KSRTC യാത്രയും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. സോ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 12 മണിക്കൂറായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ 12 മണിക്കൂറിന് മേലെ ഉള്ള യാത്ര കഴിഞ്ഞ് ഏകദേശം വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് പോണ്ടിച്ചേരി വിശേഷം. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരിയിൽ പോയിട്ട് വൈറ്റ് ടൗണും അവിടുത്തെ ബാക്കി കാര്യങ്ങളും റോക്ക് ബീച്ചും അതൊക്കെ ഒരുപാട് സമയം അനുസരിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ചെറിയൊരു യാത്ര, പല വീട്ടിലോട്ട് വരുന്നത് ഒരു യാത്ര, അത് മാത്രം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും കണ്ടിന്യൂസ്ലി എന്ന് പറയുന്നില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.